ബോസ് മലയാളം സീസൺ 6 കണ്ടസ്റ്റൻസ് ആയ ഗബ്രിയും ജാസ്മിനും രണ്ടുപേരും രാവിലെ തന്നെ അവരുടെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഗബ്രി എന്തായാലും ഇന്ന് രാവിലെ ഭയങ്കരമായിട്ടുള്ള സന്തോഷത്തിൽ പാട്ടൊക്കെ പാടി ആർത്തുല്ലസിച്ചാണ് നടക്കുന്നത്. രാവിലെ തന്നെ ഇവരുടെ സംസാരത്തിൽ നിന്ന് അറിയാൻ സാധിച്ചൊരു കാര്യമാണ്, ഇവർ ഇന്നലെ രാത്രി ഒരുമിച്ച് ഒരു ബെഡിലാണ് കിടന്നത്. കിടക്കുന്ന സമയത്ത് പവർ റൂമിലാണല്ലോ, അപ്പോൾ പവർ റൂമിൽ ഇവർ ഒരുമിച്ച് കിടക്കുന്ന സമയത്ത് യമുന വന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ യമുന വന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് കിടക്കണ്ട, ഒരു ബെഡ് കിടക്കണ്ട എന്നുള്ള രീതി എന്തോ സംസാരിക്കുകയോ പറയോ ചെയ്തതിന് ശേഷം ജാസ്മിൻ അവിടെ കിടക്കണ്ട എന്നുള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ എന്നിട്ട് കുറെ വൈകി, പുലർച്ചെ ആണോന്ന് അറിയത്തില്ല, രാത്രി എന്തായാലും മാറിയിട്ട് കിടന്നിട്ടുണ്ട്. പക്ഷെ ഗബ്രിക്ക് എന്തായാലും രാവിലെ തൊട്ട് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവര് തമ്മി കെട്ടിപ്പിടിക്കുന്നു, കൈപിടിക്കുന്നു, നമ്മൾ കാണുന്ന സ്ഥിരം കലാപരിപാടികൾ എന്താണ് അതൊക്കെ ഇവര് തുടരുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഈ ഒരു ഹൗസിലുള്ളവര് മൊത്തത്തിൽ ഇവർക്ക് എതിരായി വന്നിട്ടും ഇവരെല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും ഋഷിയൊക്കെ അന്നത്തെ ഇഷ്യൂവില് അത്രയും മോശം രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതായത് അവൻ അത്രയും ഇതായിട്ട് പറഞ്ഞിട്ട് പോലും അതിനൊരു കൂസലും ഇല്ലാത്ത രീതിയിലാണ് ഇവരിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ കുറച്ച് വകതിരിവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചെങ്കിലും വകതിരിവ് അടുത്തൂടെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യത്തിന് വീണ്ടും നിൽക്കത്തില്ല. ഇനി എങ്ങനെ എന്നാലും മെല്ലനെ അത് ഒന്ന് കുറച്ചു കൊണ്ടുവരാനെങ്കിലും അത്യാവശ്യം ബുദ്ധി അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആൾക്കാർ നോക്കും. പക്ഷെ അതിനുള്ള വകതിരിവ് പോലും ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും ആൾക്കാർ എഗെയിൻസ്റ്റ് നിൽക്കുന്നു, ഇത്രയും ആൾ ഇതായിട്ട് നിൽക്കുന്നു, അപ്പോഴെങ്കിലും ഇവർക്ക് നെഗറ്റീവാണ് എന്ന് മനസ്സിലാക്കാനോ ഇത് അത്ര നല്ലതല്ല, ഇത് നമ്മൾ ഡൗട്ട് ട്രാക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് വേറെ രീതിയിലേക്ക് പോകുന്നതായിട്ട് ആൾക്കാർക്ക് തോന്നുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു വകതിരിവെങ്കിലും ഇവർക്ക് വേണമായിരുന്നു. അതൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ഇവർ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഋഷിയുടെ കേസിലൊക്കെ ഋഷി ഇത്രയും പറഞ്ഞ ശേഷം ജാസ്മിൻ കരഞ്ഞ ശേഷവും റോക്കി പറഞ്ഞിരുന്നു അവൻ പറഞ്ഞതൊക്കെ കറക്റ്റ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും ഇത്രയും മുഖത്തടിച്ച പോലെ ഇത്രയും മോശം രീതിയിൽ പറഞ്ഞിട്ട് പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മനുഷ്യന്മാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇവർ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഇവരൊന്ന് ആലോചിക്കണം. കാരണം സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ല. അതുമല്ല ഈ പ്ലാറ്റ്ഫോമിൽ പല കാര്യങ്ങളും പല രീതിയിലേക്ക് പുറത്തു പോകാം. അല്ലെങ്കിൽ ഇവർ ഈ കാണിക്കണത് കുറച്ചൊന്ന് മാറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഇവരുടെ ഭാവിയെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഇവർക്ക് ഒരു വകതിരിവോ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം. ഇവരുടെ ഈ പ്രവൃത്തി കണ്ടിട്ടും ഇത്രയും ആൾ ഒരുമിച്ച് അഗെയിൻസ്റ്റ് ആയിട്ട് നിന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ ഇവർക്ക് പറ്റുന്നില്ല എങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ മുതലെടുക്കാനും അല്ലെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനും നല്ല രീതിയിൽ ഉയർന്നു വരാനും സാധിക്കുന്നത് മറ്റ് കണ്ടസ്റ്റൻസിനാണ്. കാരണം മറ്റ് കണ്ടസ്റ്റൻസിന് ഇവർ താഴ്ന്നു പോകും തോറും അവർക്കുള്ള സ്കോപ്പ് കൂടിക്കൂടി വരും. കാരണം ഇവർ നെഗറ്റീവ് ആകുമ്പം അവരെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് പോസിറ്റീവാണ് പുറത്ത് കിട്ടുന്നത്. അവർക്ക് നല്ല ഫാൻസും കാര്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവർക്ക് വോട്ടും പോകും. അതേസമയത്ത് ഇവർ പവർ റൂമിൽ ഇറങ്ങുന്ന സമയത്ത് ഇവർ എന്തായാലും പുറത്താകാനുള്ള ചാൻസും കൂടും. അത് എന്തായാലും അങ്ങനെ വരത്തുള്ളൂ. കാരണം ഇവർ പവർ റൂമിലായതുകൊണ്ടാണ് ഇപ്പൊ അവർക്കത് മനസ്സിലാകാത്തത്. ഇവര് രണ്ടുപേരെയും എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നാണ് പകുതി പേരും കമന്റ് ബോക്സിൽ വന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ പവർ റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇവർ നോമിനേഷനിൽ വരുന്ന സമയത്ത് എന്തായാലും പ്രേക്ഷകർ ഇവരെ പുറത്താക്കാനേ നോക്കത്തുള്ളൂ. പക്ഷേ ബിഗ് ബോസിന് ഇപ്പൊ കണ്ടന്റ് എന്ന് പറയുന്നത് കൂടുതലും ഇവിടെ ഈ ടൈപ്പ് കാര്യങ്ങളാണ്. അതായത് ഇവർ രാവിലെ എണീറ്റ് കെട്ടിപ്പിടിക്കുന്നതും കൈപിടിക്കുന്നതും ഒക്കെ സൂം ചെയ്ത് കാണിച്ചിട്ടാണ് ഇവർ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് പുറത്തു പോകുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് ഇവരെ ബാധിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്ത് അവസാനം വരെ കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇവരെ ലാസ്റ്റ് വരെ നിർത്തിക്കാം. വോട്ടും കാര്യങ്ങളൊന്നും നോക്കാതെ അവസാനം വരെ നിർത്തിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഭൂരിഭാഗം പ്രേക്ഷകരുടെ മനസ്സിൽ ഇവരെ പറ്റിയിട്ട് ഇപ്പൊ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പലരും കമന്റ് ബോക്സിൽ എങ്ങനെയെങ്കിലും പുറത്താക്കണം, ഇവർ കാരണം ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്നില്ല, ബിഗ് ബോസ് എന്ന നിലയിൽ വരെ എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ബിഗ് ബോസ് പക്ഷെ കണ്ടന്റ് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ട് അവർ പോകത്തുള്ളൂ. അപ്ഡേറ്റ്സും കാര്യങ്ങളായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട.